ഇയാൾക്ക് എപ്പോഴും എവിടെയെങ്കിലും പോയിട്ട് വണ്ടി ഒറ്റപ്പെട്ട് എഴുതിയിട്ട് അല്ല അത് ഒറ്റക്കല്ലേ ഉള്ളൂ. ഈ സൈഡിലോടൊന്നും അധികം വെള്ളം വന്നില്ലല്ലേ? നമ്മുടെ ചെറുക്കനെ ഭയങ്കര വെള്ളമായിരുന്നു, ഭയങ്കര വെള്ളമായിരുന്നു. ഇവിടുന്ന് ഒലിച്ചുപോയ വെള്ളേ അങ്ങ് കാലി ചെയ്ത ഡാമ പറ്റിപ്പോയതാ. ഓ ഡാം പൊട്ടിപ്പെട്ട്. പുതിയതാണോ? ഇന്ന് ആട്ട് മേടിച്ചു തരാനാണ് നമുക്ക്. ഇത് കണ്ടോണം, ഇത് കണ്ടോണം. ഇത് ആട്ടാർപ്പിയാണ്. ആട്ടാർപ്പി. എനിക്ക് അല്ല ഇത് ആദ്യം സംസാരിക്കും. സംസാരിച്ചു മറ്റേ സമൂസയുടെ കാര്യം സംസാരിക്കാം. ഓക്കെ, അപ്പൊ കേജിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കേജ് മറ്റേ നമ്മുടെ ഒരു മിഷനറി എടുക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ 13,000 കോടി വാങ്ങിച്ചായിരുന്നു. 3,500 കോടി നമ്മൾ കണക്കുണ്ടായിരുന്നു. 3,500 കോടിയുടെ സാമാനം എല്ലാം വാങ്ങിച്ച് മറ്റേ മിഷണറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയെ കെട്ടി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തെങ്ങും മുളയ്ക്കാത്ത ഒരു തരം പ്രത്യേക അണ്ടിയുടെ വിത്ത് അയാളുടെ ഉണ്ടെന്ന്. അണ്ടിത്തൈ തരാന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രീഡ് അണ്ടിത്തൈയാണ്. എന്നിട്ട് നമ്മളെ നാട് തോറും ഈ KJ കല്യാണം കഴിഞ്ഞ് പോയല്ലോ, നമുക്ക് അണ്ടിത്തൈയും കിട്ടിയില്ല, ഒരു അണ്ടിയും കിട്ടിയില്ല. എന്നിട്ട് KJ പോയി കഴിഞ്ഞതിന് ശേഷം KJയുടെ കൂട്ടാളികൾ എന്നിട്ട് കുറെ അധികം അണ്ടികൾ നമ്മൾ പല സിറ്റികളിലെ പല ഭാഗത്തായി നമ്മൾ മുളപ്പിച്ചു നോക്കി. അണ്ടിയും വന്നില്ല, പരിപ്പും വന്നില്ല. ഓക്കെ, അപ്പം മോശമായി പോയി. നമ്മുടെ 3,500 കോടി അവിടെ പോയോ? എന്റെ ഫോൺ എടുത്തു തരും. പോയി. നമ്മുടെ ബിസിനസ് നടത്തി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് മിസ്റ്റർ എക്സിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സഞ്ചാര സഹചാരിയുടെ നമ്മൾ കൊണ്ട് കൊടുത്തത്. എന്താല്ലേ കേക്ക് നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്ക് കേക്ക് ഒരു വിഷമം തോന്നുന്നില്ലേ? ഇപ്പൊ വരണ്ട കേട്ടോ, ജസ്റ്റ് ഇപ്പൊ വരണം പറയുമ്പോ വന്നോ വെടിവെക്കാൻ. അല്ല അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നമ്മൾ അങ്ങോട്ടൊരു പ്രൊപ്പോസൽ വെക്കാം. കേക്ക് ഇതിന് നോ പറയരുത്. പ്രൊപ്പോസൽ എന്താന്ന് പറഞ്ഞ കേക്കട്ടെ. കേക്ക് നമുക്ക് ആ 3,500 കോടി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലെ കുറെ അധികം കാര്യങ്ങൾ നടന്നേനെ. കേക്ക് എടുപിടിയെന്നും പറഞ്ഞ് 3,000 കോടി തരണമെന്നല്ല. നമ്മുടെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അതായത് എന്താന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞ ഉറപ്പിലാണ്, അതായത് കേജ് പറഞ്ഞ ഉറപ്പിലാണ് നമ്മൾ ഈ 3,000 കോടിയുടെ മെഷീനറി മേടിച്ചു വെച്ചിരിക്കുന്നത്. ഈ മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്തതാ. ഇതിപ്പോ പുറത്തെ ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇത്രയും നാളത്തെ ഒരു ജോലി ശൈലി വെച്ചിട്ടാണ് നമ്മൾ അത് കസ്റ്റം ബിൽഡ് ചെയ്ത് ചൈനയിൽ നിന്ന്. ഇത് വേറൊരാൾക്ക് കൊടുത്താൽ അവർക്കത് കഷ്ടമാവത്തേ ഉള്ളൂ, നമുക്കാണത് കഷ്ടം. മനസ്സിലായേ? അവർക്ക് കഷ്ടം. അപ്പൊ അത് അങ്ങനെ ആരും മേടിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ആർക്കും നമ്മുടേതായിട്ടുള്ള ഒരു കൺവീനിയൻസിൽ നമ്മൾ ബിൽഡ് ചെയ്തതാണത്. അതുകൊണ്ട് ഇത് വിറ്റാലും ഒന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാൻ വിറ്റിട്ടായാലെങ്കിലും ആ സാധനം എടുത്തേനെ. പക്ഷെ ഇപ്പം ഈ 3,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് മെഷീനും വന്ന് ഈ മെഷീൻ വെക്കാൻ നമുക്ക് ഇനിയൊരു ഈ പറയണത് പോലെ ഒരു നല്ലൊരു വെയർ ഹൗസും നല്ലൊരു ബിൽഡിങ്ങും എല്ലാം വേണം. അപ്പം നമുക്ക് എന്തായാലും 3,000 കോടി ഞങ്ങളുടെ കയ്യിൽ പോയി. ബാക്കി കൂടെ ചെയ്യാനുള്ളത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്കൊരു മിനിമം ഒരു 10,000 ആയിരുന്നു പറഞ്ഞത്, കുഴപ്പമില്ല. എന്നാലും ഒരു 3,000 കോടി കിട്ടിയാൽ നമുക്ക് ബാക്കി ബിൽഡിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. നിങ്ങളോടൊക്കെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഇനിയുള്ള പ്ലാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ബോള് പോയേ, വിശ്വാസത്തിലാണ് ഒരു ബോള് പോയ ഇവിടെ കാര്യങ്ങളൊന്നും സംസാരിക്കണേ. കാണുമ്പോ എന്തോ എടുക്കാം, അത് കാണുമ്പോ കണ്ണിൽ കുത്തും നീല.
അപ്പോ എന്താ അറിയോ ഞാൻ സംസാരിക്കട്ടെ സംസാരിച്ചോ. പറഞ്ഞു. ആ അപ്പൊ നമുക്ക് പണി ചെയ്യാം എന്തായാലും. ഇപ്പൊ മിസ്റ്റർ വാസു പറഞ്ഞാൽ അത് പലർക്കും കൊടുത്ത് നടത്താൻ പറ്റില്ലല്ലോ. അതെ അതൊന്നും നമുക്ക് മൂന്നാൾക്ക് നടത്താം. എന്താ പറയുന്നു? ഞാനും ജോക്കിയും ജോണിമാനും കൂടെ നിർത്തേക്കാം. അല്ല ഞാനല്ലല്ലോ ഇതിന്റെ, ഞാൻ ഈ ഇവിടുത്തെ ഓരോ അല്ല, അത് സംസാരിക്കാൻ സ്കാം ഒക്കെ വന്നത് കേട്ടിട്ട് നമുക്ക് വന്നതാണ്. ശരിക്കും പറഞ്ഞ കേജിനെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ആ സമയത്ത്. പക്ഷെ ഈ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് കാശും കട്ടുകൊണ്ട് മറ്റേ പിള്ളേരുടെ കൂടെ ഒളിച്ചോടും നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ മറ്റേ വിശ്വാസത്തിലാണ് ഇതിലൊക്കെ സംസാരിക്കാൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് ഈ മിസ്റ്റർ എക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞ കേക്ക്, ഞാൻ കേജിന്റെ അടുത്തുള്ള അടുപ്പമൊന്നും ഞാൻ ഇതുവരെ കേക്കെടുത്ത് കാണിച്ചില്ല. കേജ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളിങ്ങനെ തോളത്ത് കയറ്റ അളിയ ഒഴിച്ച് എന്റെ അടുത്ത് ഞാൻ അവസാനമായിട്ട് പുള്ളിയുടെ വായിന്ന് കേൾക്കുന്ന ഇതാണ്, ഒഴിച്ചേ വാസു കളിയാ ഇങ്ങനെ പറഞ്ഞ് പുള്ളി വീണ് പുള്ളിയെ അവിടെ ഒരു പെഗും കൊടുത്ത് ഞാൻ അവിടെ കിടത്തി കൊണ്ടുപോയിട്ടാണ് ലാസ്റ്റ് പുള്ളിയെ ഞാൻ കാണുന്നത് അവിടെ ബാറിൽ വെച്ച്. ഞങ്ങൾ അത്രയും ബന്ധത്തിലുണ്ടായിരുന്ന ആൾക്കാരാ. പിന്നെ ഭയങ്കര അത്രയും ബന്ധത്തിലുണ്ടായിരുന്ന ആൾക്കാരാ. പോയിട്ട് ഇവർക്ക് മാത്രം പാർട്ടി എന്തൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് സെപ്പറേറ്റ് പാർട്ടി, ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളി. ഞങ്ങൾ അത്രയും കിടിലും കൂട്ടുകാരായിരുന്നു. നമ്മൾ ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും വലിയ എമൗണ്ട് എടുത്ത് വെച്ച് വീശിയത്. എന്തായാലും പുള്ളി കാശുണ്ടായി. നമ്മളാണ് മിഷനറി മേടിക്കുകയും ചെയ്തു. മേടിച്ചത് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ കട്ടയ്ക്ക് കൂടെ നോക്കാം. ഓക്കെ, അപ്പോ അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു സാധനം ബിൽഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ള ലിമിറ്റഡ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു 5,000 ഒരു 3,000 to 5,000 CR കിട്ടിയാലും മതി. ഇല്ല ഇപ്പൊ നിങ്ങൾ എന്തായാലും 3,000 മുടക്കി മിഷനറി മേടിച്ചു. മേടിച്ചു. ബാക്കി 5,000 മുടക്കി ഞങ്ങൾ ബിൽഡിംഗ് പണിയാം. എന്താ പറയുന്നത്? ഒരു പാർട്ണർഷിപ്പ്. ഓക്കെ, സ്ഥലമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് കണ്ടുവച്ചോ. എല്ലാ സ്ഥലവും ബിൽഡിംഗ് എല്ലാം കോൺട്രാക്ടർ എല്ലാം റെഡിയാണ്. പൈസ മാത്രം കൊടുത്താൽ മതി. അത് നമുക്ക് അടുത്ത മീറ്റിംഗ് ഇല്ലാണ്ട് പൈസ കൊടുത്ത് സെറ്റാക്കാം. ആണോ? എന്താ പറയുന്നു? അപ്പൊ കോൺട്രാക്ടറിൽ ഡയറക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണോ? നമുക്ക് 10%, 5% പണി കഴിയുമ്പോൾ ബാക്കി 2%. ഓക്കെ റെഡിയാണ്. അതുപോലെ ആ കണക്കൊക്കെ ഒന്നേ മറ്റേ രേഖപ്പെടുത്തി ഒരു ഇതിലാക്കിയും കൂടെ തരണേ. വിശ്വാസക്കേടും കൊണ്ടൊന്നും അല്ല കേക്ക്. നമുക്ക് നമ്മുടെ തമ്മിൽ എത്ര നാളെ തുടങ്ങിയിട്ട് എന്തെങ്കിലും നല്ലപോലെ അറിയാം. കേജിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കേക്ക് വിശ്വാസമൊന്നും ഇല്ലാത്തോണ്ടൊന്നും അല്ല കേക്ക്. നമ്മളൊരു എല്ലാ ബിസിനസ്സിലും ഒരു രേഖ അങ്ങനെയാണ്. നമ്മുടെ പോയ ഒരു ബോളില്ലേ, ആ ബോൾ എവിടെയാന്ന് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ട് തരുമോ ആ ബോളിനെ? സമ്മതമാണെങ്കിൽ അത് നമുക്ക് മാമന് 5% ചെയ്യാം. എന്താ പറയുന്നു മിസ്റ്റർ വാസു? എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ നഷ്ടത്തിന്റെ വണ്ടിയുടെ പൈസയും പിന്നെ ബിൽഡിങ്ങിന്റെ കോസ്റ്റും ഏകദേശം ഒരു 5,000 അല്ലേ കേക്ക് പറഞ്ഞു വരുന്നേ? അത് നമുക്ക് കോൺട്രാക്ടർ സംസാരിക്കാം. കോൺട്രാക്ടറോട് ചോദിക്കാം എങ്ങനെയാ. ജോക്കിയോടും കൂടെ ചോദിക്കണം കേട്ടോ. ജോക്കിക്ക് വേറൊരു വിഷമം കൂടെ ഉണ്ട്. ജോക്കിയുടെ കയ്യിൽ നിന്ന് പേഴ്സണലായിട്ട് 100 CR കൂടെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അത്രയ്ക്ക് കമ്പനിയുടെ പേരിൽ ഒരു വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തതും എനിക്ക് ഈ വിഷമം വന്നു. വിഷമം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. പുള്ളിയുടെ സൂചിപ്പിക്കണ്ട മറ്റേ ജോക്കി കേക്കാവോ? ഹലോ ജോക്കി കേക്കാവോ? ഹലോ കേക്കാവോ? ഹലോ കേക്കുന്നില്ല. ഹലോ ഓഫാക്കി ഒന്ന് ഓണാക്കണേ ജോക്കി. ശബ്ദം ഒന്ന് തൊണ്ടയൊക്കെ ക്ലിയർ ചെയ്യും. നേരത്തെ വെള്ളം കയറിയായിരിക്കും. അതെ അതാണ് പ്രശ്നം. അതാണ് ഞാൻ ഡ്രസ് മാറുമ്പോഴേ ഒരു കറുത്ത ജീപ്പ്. ജോക്കി കേൾക്കുന്നില്ല കേട്ടോ. ആ വെള്ളം ശരിക്കും ഉണ്ടെങ്കിൽ പിടിച്ചു തോന്നുന്നുണ്ട്. ഇപ്പൊ കേട്ടു. ഹലോ എവിടെ വരെ എന്താ കാര്യങ്ങൾ? ജോക്കി ഒരു സെക്കൻഡ് ഒന്നുകൂടെ വന്നേ.
എന്തിനു പറഞ്ഞ മറ്റേ യോർക്കർ എടുത്ത് എറി പെട്ടെന്ന്. യോക്കർ എടുത്തറിയാ, യോക്കറൊക്കെ എടുത്തറിയാ. ഇത് പെട്ടെന്ന് തന്നെ ഇത് നീ ഒത്തിരി പ്രതീക്ഷിക്കല്ലേ. ഇപ്പൊ എന്തുവാണ് പറഞ്ഞു നിർത്തിയേക്കുന്നേ? പുള്ളി ചെയ്യാന്നാണ് പറഞ്ഞത്. പുള്ളി പറയണെന്ന് പറഞ്ഞാൽ ബാക്കി 10,000 കോടിക്ക് ബിൽഡിംഗ് പണിയാം, ബിൽഡിങ്ങിന് ഹാൻഡ് ഓവർ ചെയ്യാം, ആദ്യം 10%, നമ്മുടെ പൈസ പിന്നെ കിട്ടത്തില്ലേ? കോൺട്രാക്ടർ എന്ന് പറഞ്ഞ് ഏതെങ്കിലും അച്ചിപ്പട്ടിയെ തലയെ കെട്ടും കൊണ്ടൊക്കെ കൊണ്ടുവരാം. ഇയാള് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് അച്ചിപ്പട്ടിയൊക്കെ കെട്ടിയത് നമ്മുടെ ഇയാള് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യും. ജോക്കിക്ക് എത്ര കൺസ്ട്രക്ഷൻ കമ്പനിയാ വേണ്ടേ? എടാ അതൊക്കെ മനസ്സിലായി. ഇയാള് നാളെ വേണ്ടി ബിൽഡിംഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തോ ബിൽഡിംഗ് തന്നിട്ട് കൺസൈൻമെന്റ് എടുത്തോളൂ നീ എന്തോ? ജോക്കി 2 മണിക്കൂർ ഇവിടെ ബിൽഡിംഗ് കൊണ്ടുവരാൻ രായൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആരെ നോക്കണ്ടേ? അല്ല, ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മുടെ കിട്ടണം. അതെല്ലാം കിട്ടും, അതെല്ലാം കിട്ടും. എടാ പക്ഷെ പൈസ നമ്മുടെ കിട്ടിട്ട് നമ്മുടെ ഗ്യാങ്ങിലോട്ട് വരണോന്ന് നമുക്ക്. അതെല്ലാം ഞാൻ വരുത്ത ജോക്കി, ഇത് കമ്മിറ്റ് ചെയ്യും, ബാക്കി ഞാൻ ഏറ്റ്. ഓക്കെ അത് ഞാൻ പറഞ്ഞില്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാ വരുന്നേ. കേക്കാവോ? കേക്കാം ജോക്കി. കേക്കാം. അപ്പം കേക്ക് അപ്പൊ റെഡിയാണോ? വാസു പറഞ്ഞില്ലേ അല്ല, പുള്ളി ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുള്ളി അടുത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു. 3,500 കോടി നിങ്ങൾ മുടക്കി മിഷണറി മേടിച്ചു. ആ മിഷണറി നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് എന്തായാലും ചൈനീസുകാർ പണിത സാധനം വെറുതെ അവർക്ക് തിരിച്ചു കൊടുക്കണ്ടല്ലോ. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. വാസുണ്ണ ഫ്രീ ആണോ? ഓ ഷെവീറ, ഞാൻ ഇവിടെ മിസ്റ്റർ എക്സ് ആയിട്ട് ചെറിയ മീറ്റിംഗിലായിരുന്നു. ആണോ? മീറ്റിംഗ് കഴിയുമ്പോ ഒന്ന് വിളിക്കണം, ഒരു അർജന്റ് കാര്യമുണ്ട് വാസുണ്ണ. പറ, എന്ത് പറ്റി? പറ. അല്ല, ഫ്രീ ആണോ? ഞാൻ കേൾക്കാം. ഈ സൂര്യന്റെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ടാ വാസുണ്ണ. പറ്റുമെങ്കിലും ഒന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഞാൻ കോളിൽ തന്നെ ഞാൻ കാര്യം പറയാം. സൂര്യ ചന്ദ്രന്റെ മോൻ സൂര്യ, ഇവനെ എന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവന്റെ കുറച്ച് വളിക്കേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ വാസുണ്ണ ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൊറേ പറയാനുണ്ട് വാസുണ്ണ. കാര്യങ്ങൾ മീറ്റിംഗ് ആയിട്ട് വാ, ഓക്കെ. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ സംഭവിക്കണേ. എന്തായി? ഹലോ, ഡിസ്കഷനിലായിരുന്നു അത്. അപ്പോ ജോക്കി പറയുന്നത് ഞങ്ങളൊന്ന് ഇപ്പൊ ലെറ്റ് us have some private means, Mr. Vasu. Sure, you are excused. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ ഇവിടെ വന്ന് വിളിക്കണമല്ലോ ഞാൻ അങ്ങോട്ട് പോണമെങ്കിൽ. എന്റെ ഈഗോ എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഹലോ അപ്പാപ്പാ, എവിടെ ഉണ്ട്? വെച്ച അണ്ടി ഓഫീസിന്റെ ഡീല് സംസാരിക്കാൻ നമ്മള് കേക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 7352 അല്ലേ? പെട്ടെന്ന് വാ. ഇനി കണക്കിന്റെ കാര്യം കൃത്യം 80s എല്ലാ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാനൊരു ജെൻസിക്കിട്ട് മാത്രം ഞാൻ സത്യം പറഞ്ഞ ഞാൻ അവിടെ അധികം പറ്റും. ഞാൻ മാറിക്കുന്നതാണ് നല്ലത്, മനസ്സിലായ? ഇവര് 80s ബോയ്സ് ഉള്ള സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ എനിക്ക് ജെൻസിക്ക് അവിടെ ഒരു സ്ഥാനമില്ല. കുഴപ്പമില്ല, ഇവരെ കണ്ട എന്റെ ഈഗോ ഉണ്ടായിരുന്ന ഞാൻ അതുവരെ പോയില്ല. കണ്ട ജോക്കി അത് നേരിട്ട് കണ്ടിട്ടില്ല. ജെയിംസ് പാട്രിക് അറിയാം. അപ്പൊ ഞാൻ ജെൻസിയാണോ? ഞാൻ 97 പുള്ളിയുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പുള്ളി 2-3 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് പുള്ളി അവിടെ അടുത്ത് തന്നെ വണ്ടി സ്പോൺ ചെയ്തിട്ട് ഡ്രസ് വിട്ട് വന്നിട്ടാ. അന്തർധാര ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? ദിസ് ഈസ് മിസ്റ്റർ AP ആയിരുന്നു കേജിന്റെ അടുത്ത് ഈ അണ്ടി ഓഫീസിന്റെ മൊത്തം ഡീലിങ്സും സംസാരിച്ച് റെഡിയാക്കിയത്. അതെ. ആൻഡ് ഞങ്ങൾ അന്നൊരു ഡീലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് 70-30. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിന്റെ 70% എനിക്കും 70% അപ്പാപ്പനും, 30% നിങ്ങൾക്കും. അതെ. കേക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ കേജ് പ്രോമിസ് ചെയ്ത ഒരു പ്രീമിയം ബ്രീഡ് ഓഫ് അണ്ടി ഉണ്ട്. അണ്ടിത്തൈ കേക്ക് പറഞ്ഞ കണക്ക് തന്നെ ആ സാധനം കേജ് തരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എക്സ്ട്രാ 3000 കൊടുത്തേക്കുന്നത്. ശരിക്കും ഈ അണ്ടി കേസൊക്കെ കൂടുതലും പിടിക്കാതെ നമ്മുടെ കേജും ജെപിയും കൂടിയാ. നമ്മൾ അണ്ടി കേസ് പിടിച്ചല്ല.
ഒരു മിനിറ്റ് ജോക്കി ജസ്റ്റ് ഗീവ് മി എ മിനിറ്റ് ലെറ്റ് മീ കോൾ ഹിം. കേക്കേ You call him. എനിക്ക് അല്ല, പുള്ളി വിളിക്കട്ടെ. കേക്കയുടെ വീക്ക്നെസ് എന്താന്ന് നമുക്കറിയാം. അത് കുഴപ്പമില്ല, നമുക്ക് അത് വേണ്ടതുപോലെ കാണാം. എനിക്കും അറിയാം യാസ്മിൻ അല്ലേ. അല്ല അതപ്പോ ഓക്കെ അങ്ങനെ പച്ചക്ക് പറയാം. പിയെ കുറിച്ച് അനാവശ്യം പറയല്ലോ. പിയെ ഈസ് ഓൾവേസ് എ പിയെ. അതെ. JP can you please come over 735? ഇങ്ങോട്ട് വന്നേ. എടാ ഈ യാസ്മിൻ ആരുടെ ലവർ ആണോ? എടാ മുടങ്ങ എന്തേലും പറഞ്ഞ ഉടനെ ഇന്ത്യ കറങ്ങു വന്ന വട്ടം തിരിയാതെ. ജോക്കി ഉടനെ യാസ്മിന്റെ കേസ് ഒക്കെ എടുത്ത് പറഞ്ഞത് നമ്മൾ തമ്മിൽ അവരെ കുറ്റം പറയുന്നില്ലേ അയാളുടെ. ജോക്കി ഞാനൊരു തമാശയായിട്ട് പറഞ്ഞത് ആഷിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു കേട്ടാ. അതങ്ങോട്ട് പറയല്ലേ യാഷിൻ. ഞാൻ ഒരു സോറി പറഞ്ഞേ. വേണ്ട ഞാൻ കൂടുതൽ ഭക്ഷണമോ വേണ്ട. ഇതൊക്കെ സ്പിരിറ്റ് എടുക്കത്തല്ലേ ഉള്ളൂ. കേക്കെ സോറി കേട്ടോ. അല്ല കുഴപ്പമില്ല എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല യാസ്മിന് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. വെരി ഓപ്പൺ മൈൻഡഡ്. കുഴപ്പമില്ല. അപ്പൊ കേക്കേ, അപ്പൊ അപ്പൊ നമ്മുടെ ഡീൽ എങ്ങനെയാണ്? ഓക്കെ അല്ലേ? ഇപ്പൊ ഞാനത് നല്ലൊരു ഡീൽ പറഞ്ഞു. എന്തായാലും 3500 മുടക്കി നമ്മൾ സാധനങ്ങൾ മേടിച്ചു, മിഷനറീസ്. ദാറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്. അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ വാസു പറഞ്ഞു. നിങ്ങൾ വാങ്ങിയ 3500 മിഷനറി ഞാൻ മേടിച്ചപ്പോ വാസു വാങ്ങി. നമ്മുടെ 3500 ഇതിന് മാത്രം, മിഷനറിക്ക് മാത്രമല്ല വാങ്ങി. ബാക്കി 1500 റോ മെറ്റീരിയലിന്റെ പൈസ ആരും കൊടുക്കും? ഇല്ല, റോ മെറ്റീരിയൽ ഞാൻ കുറച്ച് ദിവസം ഇരിക്കുന്ന അധികം മറിച്ച് വിട്ടപ്പോ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടി. അതോ? അത് കുഴപ്പമില്ല. ഇല്ല, 3500 ആണ് നമുക്കിപ്പോ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നത്. ഓ മൈ അപ്പൊ ഗോഡ്. ഞാൻ പറഞ്ഞു സാർ എന്തായാലും 3500 മുടക്കി. ഞാനൊരു 3000 അല്ല നമ്മൾ 5000-ലായിരുന്നു. ഒരു ഭയമൊക്കെ വേണ്ടേ? അത് ഡിപ്പെൻസ്. ലൈക്ക് ബിൽഡിംഗ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 3500 ബിൽഡിംഗും ബാക്കി എമൗണ്ട് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. കേക്കേ, നമ്മുടെ ഡീല് പ്രകാരം എന്താ നമ്മൾ ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ദർശനം അപ്പാപ്പന്മാര് യുണൈറ്റഡ് എന്താ പറയുക, എന്തോ നോക്കുന്നറിയില്ലേ, അത് കുറച്ച് മാറിക്കണേ. എന്നാലല്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് രാശി ഉണ്ടാവുള്ളൂ. മൂലദിക്ക്. അല്ല പിന്നെ വേറൊരു കാര്യം, ഒരു കശുവില് 2 അണ്ടിയൊക്കെ വെച്ചോണ്ട് അതാണ് ഞാൻ അപ്പാപ്പനെ അത് വലുതായിട്ട് ഇതങ്ങോട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മള് സംസാരിച്ച സമയത്ത് ഈ ഹൈബ്രിഡ് കൈൻഡ് ഓഫ് സാധനം നമ്മള് കേസ് നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല കേക്കെ, നമ്മള് ഈ കാഷ്യൂനട്ട് മാത്രമല്ലാതെ കാഷ്യൂനട്ട് ഷേക്ക്, കാഷ്യൂനട്ട് ജ്യൂസ്, പിന്നെ ഈ കാഷ്യൂനട്ടിന്റെ പഴം ഉണ്ടല്ലോ. ഇപ്പോഴൊരു കാര്യം ഓർത്തേ, നമ്മൾ ആ കേജ് പറഞ്ഞത് കേട്ടിട്ട് കാഷ്യൂനട്ട് മറ്റേ ഇത് റിഫൈൻ ചെയ്യാൻ വേണ്ടിട്ട് 4000 കോടി വാങ്ങി. റിഫൈനറിക്ക് എന്തോ ചെയ്യും? വാറ്റ് കേട്ടിന് വാറ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മുറക്കില്ലല്ലോ 4000 കോടിക്ക്. അപ്പവാ അതെന്താന്നറിയോ, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പാപ്പൻ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. നമ്മള് ആ റിഫൈനറി വിറ്റായിരുന്നു അപ്പാപ്പ. അത് വിറ്റായിരുന്നല്ലേ? ഒരു മിനിറ്റ് എന്നാ പോയിട്ട് വയസ്സായാൾക്കല്ല സംസാരിച്ചിട്ട്. എന്റെ പൊന്നപ്പാപ്പ, ഇതൊക്കെ പറയണ്ടേ? എന്തുവാന്ന് പറയട്ടെ? അപ്പാപ്പ 10,000 കോടിയാണ് നമുക്ക് ടാർഗറ്റ്. 10,000 കോടി അത് പുള്ളി തരും. ഇനി കള്ളം പറഞ്ഞ നമ്മളെ പൊക്കും. ഒരുത്തന്റെ ഇത് പിടിച്ചു പറിക്കുമ്പോ മിനിമം അവന് തിരിച്ച് വീട്ടിലെത്താനുള്ള പൈസയെങ്കിലും കൊടുത്തിട്ട് പിടിച്ചു പറിക്കാവുന്നതാണ് എന്റെ ഗുരുവിനോട് പറഞ്ഞത്. എന്റെ പൊന്നെ, ഈ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന നാരികൾക്ക് ഈ പറയുന്ന ഓപ്ഷൻ നടത്തിട്ട് എത്ര കോടി കിട്ടിയെന്ന് വല്ല ആരുടെ ഉണ്ടോ വാസവനെ? അതുണ്ടാവും. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ ചെറുതായിട്ട് പിഴിഞ്ഞാൽ ഡെയിലി പിഴിയാം. സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ വെയിറ്റ് ചെയ്താൽ ഓരോ ദിവസം ഓരോ മുട്ട കിട്ടും. പകരം അതിന്റെ വയറ് കുത്തി കീറി എടുത്താൽ അന്നൊന്നും തീരൂലേ? അത് ശരി. ബുദ്ധി വേണോ പാപ്പാ? വാസവൻ ഇത് പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ. ആ താറാവിനെ കണ്ടാ സുന്ദരൻ. പക്ഷെ കണ്ടാ സ്വർണ്ണമുട്ട അത് പറയത്തില്ല. സത്യം. അതുപോലെ എന്തോ ഒരു നാണക്കേട് സഹിച്ചിട്ടുണ്ടോ അറിയോ? ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അണ്ടിയില്ലാത്ത ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു. ഫാക്ടറി ഉണ്ട്. അത് മാത്രമല്ല ഹൈബ്രിഡ് പൊളപ്പിക്കാനും പറഞ്ഞിട്ട് നാട് മൊത്തം ഒന്നും വന്നിട്ടില്ല. അപ്പൊ കേക്ക് ഇപ്പൊ 3000 കോടിയോ അല്ല 4000 കോടി എത്ര കറക്റ്റ് നമ്പർ വാസു?
3,500 ചെയ്യാം. 3,500 CR. KK നിങ്ങൾക്ക് വാർഷികമായ 1.5 ലക്ഷം അത്രയുണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. KK നമ്മളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ബോളന്മാരായിട്ട് തോന്നുന്നു. നമ്മള് ഇത്രയും അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തില്ല. പക്ഷെ നമുക്ക് ഈ 3,000 കോടിയുടെ എടാ സിറ്റുവേഷൻ ആയാ അവന്മാർക്ക് വാറുണ്ടല്ലോ. അതെ, നമുക്ക് ഒരു ഡീലിലെത്താം. ഓക്കെ, അതായത് ഓൾറെഡി ജോക്കി എനിക്ക് ഓപ്പറേഷൻ തന്നായിരുന്നു. വാസുവിന്റെ കുറച്ച് കളികൾ പൊക്കാൻ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജോക്കി ഞങ്ങളെ ഒരു പ്ലീസ് എക്സ്ക്യൂസ് മീ ജോക്കി, ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ടൈം വേണമായിരുന്നു സംസാരിക്കാൻ വേണ്ടി. പിന്നെ നമുക്കത് ഡീലാണ് എത്തിയപ്പോ ഫോട്ടോസ് അങ്ങ് ഹാൻഡ് ഓവർ ചെയ്യാൻ നമുക്ക് കാശ് ഞങ്ങൾക്ക് വിശ്വസിച്ചടിച്ചാലോ? എന്ത് പറയുന്നു? എന്തോ കേട്ടില്ല. അല്ലെ, നമുക്ക് ഫോട്ടോസ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്ക് ഈ പരിപാടിയാണ് 50-50 അങ്ങ് ഒതുക്കി തീർത്താലോ? അങ്ങനെയല്ലല്ലോ നമ്മളിത് ഇഷ്ടം ഒത്തിരി പൈസ കയ്യിൽ നിന്ന് പോയതാണ് കേക്ക്. ഇത് സൗഹൃദത്തിന്റെ പെണ്ണാളുടെ കൂടെ ഉള്ള ഫോട്ടോ അല്ല വണ്ടിയുടെ ഉള്ളത്. അങ്ങനെ ഒരു വഴിയില്ലല്ലോ കേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക് എടുത്ത്, എന്റെ ഈ സിറ്റിയിലുള്ള എല്ലാ കൂട്ടുകാരും ജോക്കിക്ക് അറിയാം. ജോക്കിയുടെ അടുത്ത് മൊത്തം സംസാരിച്ച് സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിന് വന്നത്. വാസുമായിട്ട് കമ്പനി കൂടുന്ന എല്ലാവരും വാസുവിന്റെ അടുത്ത് വരുന്ന ആൾക്കാരല്ല, പറഞ്ഞു വിടുന്ന ആൾക്കാരാണ് ചിലരൊക്കെ. മിസ്റ്റർ എക്സിലെ ലൂസിയ. ഹലോ സംഭാഷണങ്ങളൊക്കെ ചില സംഭാഷണങ്ങൾ റെക്കോർഡിക്കലാ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ചോദിപ്പിച്ചെന്നുള്ള മുമ്പ്. ആരെല്ലാം പറഞ്ഞ നമ്മുടെ ഉള്ളിൽ നിന്നോട്ടെ. നമ്മളിനി ഫണ്ടിന് എവിടെ പോകും? നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഇല്ല. കാരണം മിസ്റ്റർ എക്സിന് ഒരു ഫണ്ട് ഷോർട്ടേജ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമുക്കറിയുമോ ജെപി? നിങ്ങൾക്ക് ഒരു ഫണ്ട് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ലല്ലോ. നിങ്ങളുടെ തലപ്പത്ത് എന്തിന് പുള്ളി കിടന്ന് കുശി നമുക്ക് ഈ പൈസ വേണോ യോക്കി? എന്താ പറ്റി? ഇത് ഒരുമാതിരി ചുമ്മാ നമുക്കൊരു വിലയില്ലാത്തൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന പോലെ. എന്താ എനിക്ക് അങ്ങ് ബാഡായി. എടാ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത സാധനം അറിയാം. നമ്മുടെ കൈ വരാറായി. ബാഡായി ജോക്കി. എനിക്ക് എന്തോ ഒരു വരാറായി. സമാധാനം കഴിഞ്ഞ് കുഞ്ഞിനെ കൈ എടുക്കാ മതി. ഇനി എടുത്താ മതി കുഞ്ഞിനെ. എനിക്ക് അങ്ങോട്ടൊന്നും അങ്ങ് മനസ്സിന് തൃപ്തി. നിന്റെ പ്രശ്നം നിനക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ആവല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് നിക്കട കുട്ട അങ്ങോട്ട്. എന്താണ് പ്രശ്നം? തുറന്നു പറ. എന്തേലും ഉണ്ടോ? പെട്ടെന്ന് എന്തോ പറ്റി? നമുക്ക് വീട്ടിൽ പോയി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എന്താടാ ഇത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് അയാൾ തരാന്ന് പറഞ്ഞില്ലേ? ഗണ്ടീലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞില്ല കേസ്. ഗണ്ടീലിന്റെ കാര്യം പറഞ്ഞാലേ ഇപ്പൊ പറഞ്ഞാൽ അത് വെറുതെ ഒരു കൗണ്ടർ പോലെ ആയി പോകും. നമ്മൾ അത്രയും കണ്ടുപിടിച്ചിട്ട്. പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് എന്റെ ഇത് പറഞ്ഞ ഈ പുള്ളച്ചോനെ എനിക്ക് മെസ്സേജ് അയക്കുന്നു. ഹലോ, എന്തിനാ ഹായ് അയച്ചേ? നേരെ ഗ്യാങ്സ് വരെ BCC ഡോസ്റ്റേ റെഡി ആയിട്ടിരിക്കും അവിടെ. തൂക്കില്ലേ പണ്ടേ ശീല വാ. ഇന്നല്ല പല കാര്യങ്ങളാണ് ജെപി നമ്മളോട് പറഞ്ഞത്. പിള്ളേരെ അറിയില്ലല്ലോ, നമ്മളിത് അറിയുന്നില്ലല്ലോ. എത്രയായിരുന്നു വാങ്ങിയത്? 3,500. 3,000 ഉള്ളു. 3,500 അല്ല 3,000. അല്ലല്ല, ഞാൻ നോക്കിയപ്പോ 500 CR എനിക്ക് ഓൾറെഡി കേജിന്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട്. അല്ല മിസ്റ്റർ വാസു, അന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യം സംസാരിച്ചപ്പോ നിങ്ങളുടെ ഈ 300 CR ഉള്ളൂ, ബാക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് അന്ന് നമ്മളോട് പറഞ്ഞത്. അതെ.
അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ 3000 CR നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞുതരാം. പൊന്ന് 3000 CR നമ്മൾ എങ്ങനെയാണ് റേസ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഇങ്ങോട്ട് നമ്മളെ ഇവിടെ സഹായിക്കുന്ന കുറെ പിള്ളേരുണ്ട്. ബ്ലാക്ക് മാഫിയ, ചന്ദ്രന്റെ ബ്ലാക്ക് മാഫിയ, പിന്നെ സിറ്റിസൺസ് ആയിട്ട്, പിന്നെ സിറ്റിയില് നിങ്ങള് ഈ ഷാഡോ ആയിട്ട് ഇങ്ങനെ സിറ്റിക്ക് വെളിയിലും അകത്തും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞ സിറ്റിയിലെ ഒരു കുറെ പേർക്ക് എന്നെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ ചുമ്മാ വന്ന് പൈസയൊക്കെ തരും എനിക്ക് ഇങ്ങനെ ചുമ്മാ. അപ്പം ഞങ്ങളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ വാസണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പൈസയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് പൈസ തരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ മൊത്തവും മുതുക്കിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി എനിക്ക് പൈസ വേണം, എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പട എല്ലാവരും കൊണ്ടുവന്ന് കുറെ പൈസ തന്ന് 3500 കോടി ഡിം 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 സെറ്റായി. ഓക്കെ ഫൈൻ വാസു, നിങ്ങൾ പറയുന്ന പോലെ 3000 CR കേജിന് കൈമാറി എന്ന് വെച്ചോ. എങ്ങനെയാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്തത്? കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുത്തു. അല്ല ക്യാഷ് ആയിട്ട് കൊടുത്ത ലൊക്കേഷൻ ക്യാഷ് ആയിട്ട് എനിക്ക് തന്നത് ക്യാഷ് ആയിട്ടാണ്. ഞാൻ പറയാം, എനിക്ക് ഇങ്ങോട്ട് അതായത് എൻ്റെ അടുത്ത് ആദ്യമേ പുള്ളിക്കാരൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു. ബാറിൽ വെച്ച് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളി ഇതിനെ പറ്റി പറയുന്നത്. പുള്ളി എൻ്റെ അടുത്ത്, ഞാനത് പുള്ളിക്ക് ക്യാഷ് ആയിട്ട് അതിന് കൊടുത്തിട്ടില്ല. പുള്ളിക്കല്ലല്ലോ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത്, നമുക്ക് മെഷീനറി മേടിച്ച മെഷീനറിയിലെ ആൾക്കാർക്കല്ലേ കൊടുക്കേണ്ടത്. ഞാൻ 3000 കോടിക്ക് മെഷീനറി മേടിച്ച് അവർക്കാണ് പൈസ കൊടുത്തത്, അല്ലാതെ ഇവർക്കല്ല കൊടുത്തത്. ഓക്കെ ഫൈൻ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെഷീനറീസ് എല്ലാം ഇൻസ്പെക്ഷൻ നടത്താം. നമുക്ക് നിങ്ങൾ മേടിച്ചു എന്നുള്ള മെഷീനറീസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിനപ്പുറത്തോട് നമുക്കൊരു ഇത് വേണ്ട. നമ്മള് അത്രയ്ക്കും വിശ്വാസം അളിയാന്ന് പറഞ്ഞ് ഞാൻ തോളത്ത് കൈയിട്ട് നടത്തിയ ഒരു ബിസിനസ് ഡീലാണ് ഇത്. നമ്മൾ ഇപ്പോഴും മിസ്റ്റർ വാസു, നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തന്നെയാണ് വാസുവിനോട് ഇപ്പോഴും ഞാൻ പറയുന്നത്. അതായത് നമ്മൾ റെഡിയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരൂ. ജോക്കി പ്രശ്നം കൈവിട്ട് പോയി. ജോക്കി ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നു. ഹോസ്റ്റേജ് എടുത്തു നമ്മുടെ ടിവിയെ. നമ്മൾ ഒറ്റ കാര്യം നേരെ പോന്നു. ജോക്കി മെഷീനറി അല്ലേ, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ജോക്കി നമ്മൾ ഇന്ന് കാണിക്കാം. ഇന്ന് നമ്മൾ ഇത് പറയുന്നു. ഇല്ല മെഷീനറി എല്ലാം ഉണ്ട്, ഒരു സീനും ഇല്ല. അപ്പൊ ഇത് എന്റെ വിട്, ഞാൻ ബാക്കി ഞാൻ ഏറ്റു നിൽക്കി. ഞാൻ ഇപ്പൊ ഡീൽ ചെയ്യാം. വാ ഇന്ന് ഞാൻ കേറ്റൂല. ഹലോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാ മിസ്റ്റർ എക്സ്, നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കുടുംബം വേറൊരു കുടുംബത്തിന് ആളെ തൂക്കിക്കൊണ്ട് വന്ന് നമ്മുടെ ഗ്യാങ് ഹൗസിൽ വെച്ച് മൊത്തം പ്രശ്നമായി, അടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് അർജന്റ് ആയിട്ട് അവിടെ വരെ ഒന്ന് പോകണം. പക്ഷേ ഞാൻ പറയാം, ഞാൻ പോയിട്ട് തിരിച്ച് ഫ്രീ ആയിട്ട്, ഞങ്ങളെ ഫ്രീ ആയ ഉടനെ ഞാൻ KK വിളിക്കും. ഗെറ്റ് റെഡി ടു വിസിറ്റ് അവർ മെഷീനറീസ്. ഓക്കെ, സ്ഥലത്തോട്ട് വരണം, മെഷീനറി മൊത്തം കാണണം, കണ്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വാല്യൂ നിശ്ചയിച്ചതിന് ശേഷം മാത്രം പൈസ തന്നാൽ മതി. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഓക്കെ താങ്ക് യു സോ മച്ച്. ഞാൻ വിളിക്കാം കേട്ടോ. എടാ എവിടെ ഉണ്ടാ